ഇന്തോനേഷ്യൻ മരുമകനൊപ്പം നമ്മളിവിടുത്തെ ഇവരുടെ ഗ്രാമം കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ല, കൂട്ടിന്. എനിക്ക് ശരിക്കും ഒരു സ്കൂളിലുള്ള പിള്ളേരുണ്ട് കേട്ടോ. എല്ലാം ഈ നാട്ടുകാരായിട്ടുള്ള കുട്ടികളാണ്. എല്ലാവരും അത്ര നിഷ്കളങ്കരാണോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലേ, ഉടായിപ്പ് പുറത്തെടുത്ത നല്ല രീതിക്ക് ഇടി കിട്ടും. അത് അവിടെ നിന്ന് പൂക്കിയാക്കുന്നു. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഈ ഗ്രാമത്തിൻ്റെയും ഗ്രാമീണരുടെയും കാഴ്ചകളിലേക്ക് നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. പിന്നെയുണ്ടല്ലോ, ഇവിടെ ഇതാ മാങ്ങയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങ ആയി തുടങ്ങിയ പോലും ആയിട്ടുണ്ടാവും അല്ലേ? നൈസ്. ഈ മാങ്ങയിൽ എനിക്കൊരു കണ്ണുണ്ടേ. നടക്ക്. ഇത് ആരുടെ വീടാന്ന് പറഞ്ഞത്? നമ്മുടെ മമ്മാടെ അനിയത്തിയുടെ വീടാണ്. ഇതാ? ഓക്കെ. മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ, വലിയ കോഴി. മുന്തിരിയുണ്ട്. ഇവിടുത്തെ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടോ ഇതുപോലെ ഇങ്ങനത്തെയാണ്. ആ ഒരു മുളയുടെ അതുകൊണ്ടുണ്ടാക്കി അതിൻ്റെ ഉള്ളിലെല്ലാം കോഴീനെ വെച്ചിട്ട് അങ്ങോട്ട് തീറ്റ കൊടുത്ത് സെറ്റാക്കും. അല്ലാണ്ട് കൂടായിട്ട് വേറെ രീതിയിൽ പണിയുന്ന പരിപാടിയൊന്നുമില്ലേ. ഓ, ഇതെന്താ അത്? കീരിയോ? കീരിനെ പെറ്റായിട്ടോ? അമ്മേ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കീരിയെ പെറ്റായി വളർത്തുന്നത് കാണുന്നത്. മുമ്പ് ഒരു കഥ പക്ഷെ പഠിച്ചിട്ടുണ്ട്. സ്വന്തം കൊച്ചിനെ പുറത്തു പോകുമ്പോൾ ഒരമ്മ നോക്കാനായി കീരി ഏൽപ്പിച്ചതും കൊച്ചിനെ ആക്രമിക്കാൻ പാമ്പിനെ കീരി കൊന്നതും ആ ഒരു ചോര കണ്ട് തെറ്റിദ്ധരിച്ച് കീരി കൊച്ചിനെ കടിച്ചു കൊന്നു എന്ന് വിചാരിച്ച് ആ കീരിയെ തല്ലിക്കൊന്നു കളഞ്ഞ ഒരു അമ്മയുടെ കഥ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. ഇവിടങ്ങളിലുണ്ടല്ലോ പല വീടുകളും തൂണിന് മുകളിലായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അത്യാവശ്യം ഇടയ്ക്കൊക്കെ വെള്ളം കയറുന്നൊരു മേഖലയാണ് അത്ര ഇത്. ഇതാണോ നാനിയുടെ വീടെന്ന് പറഞ്ഞേ? നാനയെന്ന് പറയുന്നേ? ആ, ഓക്കെ. അപ്പോൾ എല്ലാ കുടുംബക്കാരെല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ വല്യമ്മയുടെ വീടാണ് ഇത്. കണ്ടില്ല നിങ്ങൾ, നമ്മളുടെ പഴയ വീടുകളൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിൽ മറ്റേ മൂലയോടൊക്കെ വെച്ചിട്ട് ആ രീതിയിൽ തന്നെ ശരിക്കും അതേ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ഉള്ളത്. നമ്മളുമായിട്ടൊക്കെ ഒരുപാട് സാമ്യമുണ്ടെന്നേ ഈ ഒരു നാടിനും ഈ ഒരു നാടിൻ്റെ കൺസ്ട്രക്ഷനിലും. അതുകൂടാതെ ഈ നാട്ടിലെ ഭക്ഷണത്തിനും ഒക്കെ ഇതുണ്ട്. ആ ഒരു ജനലൊക്കെ കണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അതേ ഡിസൈൻ. ഈ ഒരു ലൈനിലൊക്കെ നമ്മുടെ ബന്ധുക്കാരുടെ വീടാണ്. അന്നേരം ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് എന്നോട് അതായത് റഫയുടെ ഉമ്മാടെ വാപ്പ ലവ് സ്റ്റോറിയാണ്. അത് എന്താണ് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ? നമ്മുടെ റഫയുടെ വാപ്പ മെയ്താൻ എന്ന് പറഞ്ഞ നോർത്ത് സുമാത്രയിലെ ഉള്ള ആളാണ്. ഇവിടുന്ന് ഏകദേശം നല്ല ദൂരെയാണല്ലോ. ആള് മറ്റേ ബോക്സിങ്ങിനായിട്ട് ഇവിടെ വന്ന് പുസ്രി എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിൽ ജോലിയും തുടങ്ങി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഇടിക്കാൻ പോകുന്നത്. ഈ സെയിം കമ്പനിയിലാണ് നമ്മുടെ ഉപ്പുപ്പ, അതായത് റഫയുടെ ഉമ്മാടെ വാപ്പ ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ഈ ഉമ്മുമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് റഫയുടെ ഉമ്മാടയിൽ കൊടുത്തു വിടും. വാപ്പാക്ക് കൊടുക്കാനായിട്ട് ഭാര്യ മോളുടെ കയ്യിൽ ഭക്ഷണം കൊടുത്ത് വിടും. അപ്പോൾ ഈ അമ്മ ഭയങ്കര സുന്ദരിയായിരുന്നു, ഭയങ്കര ഗ്ലാമർ എന്ന് വെച്ചാൽ ഭയങ്കര ഗ്ലാമറാണ്. അപ്പോൾ ആ ഗ്ലാമർ കാരണം അമ്മ ഈ ഫുഡുമായിട്ട് പോകുമ്പോൾ അയ്യനെ അവിടെ വെച്ച് കാണും. അങ്ങനെ അയ്യനെ അവിടെ വെച്ച് കണ്ട് അവസാനം അയാൾക്ക് മമ്മ അടുത്ത് ക്രഷ് അടിച്ച്. അയ എന്ത് ചെയ്ത് മമ്മ അടുത്ത് കാര്യം പറഞ്ഞു. മമ്മക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ എന്ത് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വീട്ടിലറിയിക്കണം. അയാനെ ഓൾറെഡി നമ്മുടെ ഉപ്പുപ്പാക്ക് അറിയാം, മമ്മയുടെ ഫാദറിന് അയാനെ ഓൾറെഡി അറിയാം. അവിടുത്തെ ഫേമസ് ആളാണ് അയ, കാര്യം അയ ബോക്സർ ആണല്ലോ. ഈ വീട്ടിലാണ് അയ വന്ന് പെണ്ണ് ചോദിച്ച വീട്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ നടക്കാലോ നമുക്ക്. അതെ. ഇവിടെ വേറെന്തോ ഒരു സ്പെഷ്യൽ കാഴ്ചയുണ്ട് അത്രേ. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. കട്ടിയ ഭാഗ്യം, ഇല്ലെങ്കിൽ ഭാഗ്യം. നമ്മൾ ആ ഒരു ഇടവഴിയിൽ നിന്ന് നേരെ വരുന്നത് ടൗണിലേക്ക് തന്നെയാണ്. ഈ ടൗണിന് എന്താ പേര് പറഞ്ഞേ? ഇത് പുസ്രി. നമ്മുടെ അയ വർക്ക് ചെയ്ത ആ കമ്പനിയുടെ പേരാണ് ഈ ടൗണിനും പറയുന്നത്, മൊത്തത്തിൽ പറയുന്നത്. ശരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ചെല്ലുന്ന സ്ഥലത്തെല്ലാം പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ, ആൾ ഇവിടുത്തുകാരനല്ല, ഇന്ത്യയിൽ നിന്നാണ്, അല്ലെ വേറെ നാട്ടുകാരനാണ്. എങ്ങനെ നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം, ഒരു ഇടപെടൽ എങ്ങനെയാ? എല്ലാവരും ഭയങ്കര സ്നേഹമാണ് പൊതുവെ. പിന്നെ ചില ആൾക്കാർക്ക്, ഒരുവിധ ആൾക്കാർക്കൊക്കെ ഞാൻ നമ്മുടെ മമ്മാടെ അയാളുടെ മരുമോനാന്ന് അറിയാം. ഞാൻ എവിടെയെങ്കിലും ഒരു വളവ് തിരിയുമ്പോഴേക്കും എന്നെ കണ്ടാൽ ഉടനെ അകത്ത് പോയി ഫോൺ എടുത്ത് അപ്പോഴേ മെസ്സേജ് വിടും, ഫാറൂഖ് ഈ വളവ് തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ അപ്പോഴെപ്പോഴും മെസ്സേജ് എത്തും. പിന്നെ കുറെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ അറബിയാണെന്നാണ് നടന്നു പോകുമ്പോഴത്തേക്കും. ഇവിടെ ഉള്ളവർ ചിലപ്പം ഈ താടിയെ കാണുമെന്ന് വിചാരിക്കും അറബിയാണെന്ന് വിചാരിക്കും. അപ്പോൾ അറബിയാണെന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. പിന്നെ അപ്പൊ ഞാൻ പറയും ഇല്ലില്ല, ഞാൻ എപ്പോഴും ഞാൻ ഇവിടുത്തെ കല്യാണം കഴിച്ചാൽ ഞാൻ പറയത്തില്ല, ഞാൻ ഇങ്ങനെ നടക്കാൻ വന്നതാ എന്നൊക്കെ പറയും. അപ്പൊ അവർക്ക് ഭയങ്കര ആകാംക്ഷ, എങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ ഭാഷ പഠിച്ചതെന്നും കാര്യങ്ങളൊക്കെ. എന്റെ ഭാഷ കറക്റ്റ് ഒന്നും അല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കുമ്പോൾ അവർക്കൊരു ആകാംക്ഷ, ഇവൻ എങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഭാഷ പറയുന്നത്, എത്ര വർഷമായി ഇവിടെ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ചിലപ്പോൾ ഒരു ഫുഡൊക്കെ ഓഫർ ചെയ്യും. ഞാൻ ഒന്നും കഴിക്കാറില്ല, കാര്യം പൊതുവേ എനിക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് വീട്ടിലെ ഫുഡാണ് ഇഷ്ടം. അപ്പൊ ഞാൻ അവർ ഫുഡ് ഓഫർ ചെയ്യും. പിന്നെ എല്ലാവരും നല്ലപോലെ സംസാരിക്കും, ഭയങ്കര ഹാപ്പിയാണ്. കാര്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര ഹാപ്പി ആയതിനെ, അതിനേക്കാളും ഒരു 10 മടങ്ങ് ഹാപ്പിയാണ് ഞാൻ ഇവിടെ ഈ സ്ഥലത്ത്. നമ്മൾ നടന്ന് ഇവിടുത്തെ ഒരു പച്ചക്കറി അല്ല പഴം കടയിലേക്ക് എത്തി കേട്ടോ.
ഇതാണല്ലോ മറ്റേ പറഞ്ഞ നമ്മളുടെ ചാമ്പക്ക. അവിടെ ചാമ്പക്ക. അതുപോലെ തന്നെ ഇപ്പുറം ഇരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ നിങ്ങൾ? എൻ്റെ പേരെനിക്കറിയാൻ പാടില്ല, പക്ഷേങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ സാധനം കഴിച്ചത്. ഈ സാധനം കഴിച്ചിട്ടുണ്ടോ? ഇത് അടിപൊളി ടേസ്റ്റ്. സ്നേക്ക് ഫ്രൂട്ട് എന്നാണ് ഇവർ പറയുന്നത്. സ്നേക്ക് ഫ്രൂട്ട് എന്നാ? ശരിക്കും അതിൻ്റെ തൊലിയെല്ലാം കാണുമ്പോൾ അസൽ സ്നേക്ക് തന്നെയാണ്. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ്. അതായത് നമ്മുടെ ഈ ഒരു ചക്കയുടെ ഇത് തുറക്കുമ്പോഴുള്ള ഒരു മണമില്ലേ, ചെറിയൊരു മണം അങ്ങനെ വരും. പക്ഷേ ടേസ്റ്റും അതുപോലല്ല, അതിൻ്റെ കുറച്ചും കൂടി കട്ടി കൂടിയ പോലത്തെ ഒരു സാധനം. എന്തായാലും ഈ ഒരു ഫ്രൂട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ഭാഗത്ത്. പിന്നെ നമ്മളുടെ തണ്ണിമത്തനില്ലേ, തണ്ണിമത്തൻ, അതുപോലെ തന്നെ ഓറഞ്ച്, മാങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഡ്രാഗൺ ഫ്രൂട്ട്, അതൊക്കെയാണ് ഈ ഒരു മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഫ്രൂട്ട് ഐറ്റംസ് എന്ന് പറയുന്നത്. മറ്റേ അളിയൻ്റെ പേരെന്ന് പറഞ്ഞാൽ ആഫീസിന് ഞാൻ പരിചയപ്പെടണം. അപ്പം ആഫീസ് പഠിക്കുന്ന സ്കൂളാണ് അത്ര. ഇത് വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ. ഇതാണ് ഇവരുടെ സ്കൂള്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇതൊരു ടൗൺ ഏരിയ ആണ്, ഗ്രാമപ്രദേശമല്ല, ഇന്തോനേഷ്യയുടെ ഗ്രാമമല്ല, ടൗണാണ്. അപ്പോൾ അതിനോട് ചുറ്റിപ്പറ്റി എല്ലാ സൗകര്യങ്ങളും അടുത്തടുത്ത് തന്നെയുണ്ട്. ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഒറ്റ രാജ്യമായിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കും, ഒരു ചെറിയൊരു സ്ഥലം എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ ചതറി വൈഡായിട്ട് ശരിക്കും എല്ലാം കൂടി എല്ലാ ഐലൻഡ്സും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയോളം വലിപ്പം ഉണ്ടാവണം ഇന്തോനേഷ്യക്ക്. അത്രയും വലിയ ഏരിയ ആണ്, ലാൻഡ് ഏരിയ ഉണ്ട്. പക്ഷേ എല്ലാം വേറെ വേറെ ഐലൻഡുകളായതുകൊണ്ട് മൊത്തത്തിൽ ഒറ്റ രാജ്യം ഇന്തോനേഷ്യ എന്ന് പറയുമെങ്കിലും എല്ലാം വ്യത്യാസമാണ്. ഭാഷ, സംസ്കാരം ഒക്കെ വ്യത്യാസമാണ്. നമ്മളെ ആ വഴിയിൽ നിന്ന് കയറി ഇതാ ഒരു സ്കൂളിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല നീലയും മഞ്ഞയൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് നൈസായിട്ടുള്ള ഒരു സ്കൂള്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടി നടന്നിട്ട് ഇടവഴിക്ക് ഇന്തോനേഷ്യൻ ഭാഷയിൽ എന്താ പറയുന്നത്? ലൊറോങ്. ലൊറോങ് വഴിയാണ് നടക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് റഫയുടെ ടീച്ചറിൻ്റെ വീട് അല്ലേ? ശരിക്കും നല്ല രസമുണ്ട്. കാരണം അവർ മതിലൊന്നും പണിയാതെ ആ ഒരു ചെമ്പരത്തിയുടെ അതുകൊണ്ട് മതിലൊക്കെ ആക്കി ആ ഒരു വീട്, ഒരു വുഡൻ ടൈപ്പാണ് ആ വീടുള്ളത് കണ്ടോ കേട്ടോ. അത് മറ്റേ മേലൊരു തൂണൊക്കെ വെച്ചിട്ട് ഹലോ അങ്ങനെയാണ് പണിതേക്കുന്നത്. അതിൻ്റെ സൈഡ് ഭിത്തിയൊക്കെ വുഡനാണ് കേട്ടോ. നൈസുണ്ട്, നല്ല രസം ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. ഇതിൽ ഈ ഒരു ഏരിയ മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു പൂക്കളും ചെടികളൊക്കെ നട്ട് സെറ്റാക്കി നൈസ്. വേണ്ട കുഞ്ഞിരിക്കണ്ട, എണീറ്റോ ഫ്രെയിമിൽ വരാതിരിക്കാനാണ്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇവിടെ ഇത് ഈ വീടൊക്കെ മറ്റേ തടിയിലുണ്ടാക്കിയൊക്കെ ഫുള്ള്, ഇതും അതും ഒക്കെ. ശരിക്കും ഞാനിത് കാണുമ്പോൾ വിചാരിക്കും ഒന്ന് ഹോം സ്റ്റേ ആക്കിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് ഇവിടെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആവും. അത് ഭയങ്കര നൈസാണ്, സെറ്റാണ് സ്ഥലങ്ങളൊക്കെ. ഹായ്, ഫറൂഖിൻ്റെ ഫ്രണ്ട്സാണ്. വരുന്ന വഴിയിൽ നമ്മൾ കണ്ടതാ. സ്ഥിരം നടക്കാറുണ്ടോ ഇതുവഴി? ഒരു വട്ടം ഞാൻ ഈ വഴി വന്നിട്ടുള്ളൂ. അന്ന് ഇവന്മാരെല്ലാം കൂടെ എന്നെ വളഞ്ഞു. ഹലോ, അപ്പോ ഖബർ? അപ്പോ ഖബർ? ഇവർക്കറിയാമോ യൂട്യൂബിൽ വരുമെന്നൊക്കെ? അറിയാം. ഒരാൾക്ക് മാത്രം കൊടുത്തില്ല, അത് മോശമല്ലേ? ഇവനല്ലേ അന്ന് ബാജു സെക്കോള? നമ്മുടെ ചെക്കൻ. ഹലോ. ഇവിടെ നിന്നൊക്കെ കുറേ പിള്ളേർ ഓടി വരുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു ഇടവഴി ജംഗ്ഷൻ ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ ആ ഒരു ഉള്ളേരിയയിലെ സാധനങ്ങളൊക്കെ വാങ്ങേണ്ട ഷോപ്പ് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. പിള്ളേർ ആ ഒരു ഷോപ്പിൽ എന്തോ സാധനം വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. ഓരോ മാർക്കറ്റിംഗ് നോക്കി ഞങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചെറിയൊരു സ്റ്റിക്കറിലാക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാ പിള്ളേർക്കും ഇത് കൊടുക്കുന്ന എഴുതിയേക്കുന്നതാണോ? ഇതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്. അതെ, ടൊലോങ് ബന്ധു സബ്സ്ക്രൈബ് ചാനൽ യൂട്യൂബ് ഇന്തോനേഷ്യൻ മരുമകൻ. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇന്തോനേഷ്യൻ മരുമകൻ. ഇത് പിള്ളേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ടാറ്റയല്ല കേട്ടോ, പിള്ളേർ പുറകെ വരികയെന്ന് തോന്നുന്നു. ഒരു പട്ടാളം പുറകെ കൂടിയ പോലെ തന്നെ ഉണ്ട് കേട്ടോ. നൈസ്. ഒരു നാട്ടിൽ ചെന്നിട്ടുണ്ടല്ലോ, അവിടുത്തെ പിള്ളേർ അതിന് കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ സ്ഥലങ്ങൾ കാണാനും കാഴ്ചകൾ കാണാനും ഇവൻ ഏതെങ്കിലുമൊക്കെ വീട്ടിലോട്ട് കയറി ചെല്ലാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതെ. ഇവരുടെ എല്ലാ വീട്ടിലും നമുക്ക് പോവാം ധൈര്യത്തോടെ. ഇതെല്ലാം കൂടി നമ്മൾ കൂടെ. എൻ്റെ പൊന്നെ കണ്ടങ്ങൾ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കരോളിനൊക്കെ ഇറങ്ങൂലേ, അതേപോലെ ആയിട്ടോ. ഹലോ. നമ്മളെ നേരെ നടന്നിട്ട് ഇത് ഈ ഒരു നാട്ടിൽ ഇവിടുത്തെ പള്ളിയാണ്. അപ്പോൾ പള്ളിയുടെ മുമ്പിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ പിള്ളേരുടെ കൂടെ എന്തായാലും നടക്കാം. എന്തായാലും നടന്നേലേ. അപ്പോൾ ഖബർ? അപ്പോൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്നുണ്ടല്ലോ അമ്മമാരുണ്ട്. അപ്പോൾ അവർ വിളിച്ച് ബ്രേക്കില്ലെന്നാണ് പറഞ്ഞത്. ഇത് ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ ഓളമാണല്ലോ അല്ലേ? അക്കു Dapo. Dari India? Iyo. Sudah makan pempek? Ada pempek? Satu?
പെമ്പ എന്ന് പറഞ്ഞ ഇവരുടെ ഒരു സ്നാക്ക് കഴിക്കാൻ വിളിക്കാട്ടെ എന്നെ. ഓ പെമ്പ വിളിക്കാം. ആ ഓ എന്തായാലും വാ. സ്നാക്ക് എങ്കിൽ സ്നാക്ക്. ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ സാധനങ്ങൾ കഴിക്കാൻ പഠിക്കുന്നതും ഓരോ ആളുകളുമായിട്ട് ഇടപെടുന്നതൊക്കെ. എന്ത് അയ്യോ ആ അതവർ അന്നേരപ്പത്തേക്ക് സാധനം കൊണ്ടുവന്നു കേട്ടോ. നമുക്ക് ഇവരെല്ലാരും പെമ്പ തരുകയാണ് കേട്ടോ. യൂട്യൂബ് ini juga YouTuber dari India. Ya. Sudah pergi ke Aceh, Padang, Medan semua. Sumatera. ഇവിടുത്തെ ഭാഷ അറിയാവുന്നോണ്ട് ആച്ചേ എന്നാണ് കേട്ടോ. ആച്ചേ എന്നാണോ? ആ ഓക്കെ. ബന്ദേ ആച്ചേ, സബാങ്. ആ സബാങ്. ഈത്ത വന്നിട്ട് ബന്ദേ ആച്ചേ എന്നുള്ള ആളാണ് കേട്ടോ. Iya, cantik. Cantik. Aceh. Cantik. Aceh cantik atau orangnya cantik? Orang cantik, makanan enak. നല്ല ഭംഗിയുണ്ട് Semua cantik. Umba juga cantik. അത് അവിടെ നിന്ന് ഇത്ത പൂക്കിയാക്കുന്നു. പൂക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിന്റെ ഇത്. അതായത് ഇവിടുത്തെ ഭാഷയിൽ എഴുതിയാണ് Karena കേട്ടോ. aku touch wudu selesai. ഇപ്പത്തേക്കും ഉണ്ടല്ലോ അത് നോക്കി നിങ്ങൾ പള്ളിമുറ്റത്ത് നിറച്ച ആൾക്കാരായി. ബൈ ബൈ. Apa? താങ്ക് യു. ഞാൻ ആ സാധനം എടുത്ത് വായിലിട്ടു. Aku datang sini untuk lihat kamu. Saya sudah nonton video. കുട്ടിപ്പട്ടാളത്തിനെ ഒക്കെ കൊണ്ടുണ്ടല്ലോ. നിക്ക് ശരിക്കും ഒരു സ്കൂളിലുള്ള പിള്ളേരുണ്ട് കേട്ടോ. അവിടെ ഒരു പുഴയുണ്ട്. ആ ഒരു പുഴയിൽ പോവാന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇപ്പം വലിയ വെള്ളമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് അടുത്ത വീടിന്റെ അവിടെ എത്തി. എന്നിട്ട് അതിന്റെ മുമ്പിൽ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. പരിചയമുള്ളതാണോ? അല്ല. ഇപ്പൊ പരിചയപ്പെടാല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടാം. അതൊരു ശരിയാണ്. അപ്പം ഇവരുടെ വീട് വന്നിട്ട് ഇതുപോലെ ആ ഒരു മരം കൊണ്ട്, പക്ഷെ ആ ഒരു പഴയ ആ ഒരു ഫീലില്ല. ആ ഒരു ഫീലുള്ള ടൈപ്പ് മരമാണ്. പോർഷൻസ് ഒക്കെ കുറവുള്ള. അപ്പോൾ ഈ വീട്ടിലെ ചേച്ചിയാണിത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണോ? എന്നെ സെൽഫി ചോദിച്ചു എൻ്റെ അടുത്ത്. ആണോ? എനിക്ക് വലിയ മരുമകനെ കൊണ്ട് എന്തൊരു സെലിബ്രിറ്റി. നാട്ടിൽ ഇറങ്ങി നടന്നാൽ പോലും ഉണ്ടല്ലോ ഇത്രയും ഇത്രയും പോപ്പുലാരിറ്റി കിട്ടൂല കേട്ടോ. ആളുകൾ വരുന്നു, സെൽഫി ഒക്കെ എടുത്ത് വാങ്ങുന്നു. എനിക്ക് വയ്യ, പിള്ളേരൊക്കെ വട്ടം കൂടുന്നു. നമ്മൾ വിചാരിച്ച ഒരാളല്ല കേട്ടോ ഇൻഡോനേഷ്യൻ മരുമകൻ. ഇവിടുത്തെ സെലിബ്രിറ്റിയാണ്. എനിക്ക് ഇതിനൊക്കെ പേയ്മെന്റ് കിട്ടേണ്ടതാണ്. ബസ് പേയ്മെന്റ് ഇപ്പൊ വേണോ? വീട്ടിൽ ചെല്ലുമ്പോൾ റഫ തരും ഇങ്ങനെ പേയ്മെന്റ്. കുഞ്ഞു കുട്ടി വീടുകൾക്ക് ഇവിടെ അതിരിടുന്ന ഇതുപോലത്തെ ആ ഒരു പൂച്ചെടികളും മറ്റും വേണേ. പിന്നെ ഉണ്ടല്ലോ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ ഇതുപോലൊരു ചാമ്പമരം കാണുന്നുണ്ട് കേട്ടോ. വീട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ പതുക്കെ ഇത്രയും ഒച്ചപ്പാടല്ല. അന്നേരം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് എത്തി നോക്കും. അത് അവിടെ നിന്നെല്ലാം ടാറ്റ കാണിക്കുന്നുണ്ട് കേട്ടോ. എത്തി നോക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ആൾ കൂടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ നിയന്ത്രിക്കണമെങ്കിൽ പോലീസ് വരേണ്ടി വരുമല്ലോ അല്ലേ? Assalamualaikum. Apa kabar? Lagi apa semua? Santai saja. Santai dulu ya. എന്താ പറഞ്ഞത്? എന്തായാലും എന്താ ചെയ്യുന്നതെന്ന്. അപ്പൊ എല്ലാരും ചില്ലായിട്ടിരിക്കുകയാണെന്ന്. സാന്തായി, ഓക്കെ, ശാന്തമായിട്ടിരിക്കുന്ന അർത്ഥം നമ്മുടെ നാട്ടിലെ. ഓ അങ്ങനെയൊക്കെയാണല്ലോ മറുപടി പറയേണ്ടത്. ഈ ഭാഷ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പ്രായമാകാത്ത കുഞ്ഞു കൊച്ച അവനൊക്കെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. മേ ബി അടുത്ത വർഷം നമ്മൾ വരുമ്പോൾ അവനും ഈ ഒരു പാർട്ടിയിൽ അംഗമായിട്ടുണ്ടാവും. ഇനി apa? Mau ini? പറക്കേണ്ട കായാണ് കേട്ടോ. Aku? ഞാൻ മറക്കാൻ വീഡിയോ ഇത് കഴിച്ചാ? Bisa? Bismillah. Nanti aku mati atau tidak? പിന്നെ ഞാൻ മരിച്ചു വീഴാന്ന് വെച്ചാ. Bisa? പിള്ളേരെന്തോ ഒരു കാ കാണിച്ചിട്ട് കഴിച്ചോളാൻ പറഞ്ഞ് കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. പുളിയാണോ? ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ സാധനം. ടേസ്റ്റി ആണ്. ഏമേ ഇനിയിപ്പോൾ പിള്ളേർ മൊത്തം പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ തലയിലിരിക്കും. വേണ്ട, ഈ മരം വന്ന് വീഴും. മരം മറന്ന് വീഴും. വീടുകൾക്കും അതുപോലെ തന്നെ തൊടിയിലെ ആ ഒരു ചെടികൾക്കൊക്കെ നമ്മുടെ കേരളമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള സാമ്യത നമുക്ക് കാണാൻ പറ്റും കേട്ടോ, നടക്കുന്ന ഓരോ വഴിയിലുവേ. ഇവിടെയൊക്കെ ഈ വീടിൻ്റെ മുൻഭാഗമൊക്കെ കണ്ടെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാവും. അത് പിള്ളേരുടെ ഒച്ചപ്പാടാണ്. മുഴുവൻ നമ്മുടെ ചെത്തിയാണ് കേട്ടോ. ആ ഒരു ചെത്തിയും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ബൊഗൈൻവില്ലയും ഒക്കെ കൂടിയായിട്ട് വീട് ചെറുതാണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അത് കൂടാതെ ഉണ്ടല്ലോ തെങ്ങൊക്കെ കണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള തേങ്ങയാണ്. അതായത് കണ്ടില്ലേ നിങ്ങൾ, മണ്ടരിയൊന്നും ബാധിക്കാത്ത നല്ല വലിപ്പമുള്ള തേങ്ങകളാണ് കേട്ടോ. നൈസ്. ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും ഇത് ആ ഒരു സൈഡിൽ കൂടി ഒഴുകുന്ന കാണുന്നില്ലേ, അതാണ് പുഴ. പുഴയെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് വലിയ സാധനമാണ്. വെള്ളം ഒഴുകുന്ന ആ ഒരു ചാല് പോലത്തെ ഇതാണ്.
ചെന്ന് അവസാനിക്കുന്ന വലിയ പുഴയിലാണ് മൂസി നദിയിലാ? നമുക്ക് അവിടെ മൂസി നദി കാണാൻ പോകുന്നത്. ആ, കുറച്ച് അപ്പുറം പോകുമ്പോൾ അവിടെ ഒരു പാലമൊക്കെ കാണുന്നുണ്ട്, മരത്തടി. അപ്പം അങ്ങോട്ട് പോകാൻ വഴിയുണ്ടോ എന്നുള്ളതാണ് പിള്ളേരോട് ചോദിക്കുന്നത്. ആ പിള്ളേരുടെ സൈക്കിളും വാങ്ങിയിട്ട് ഓടിച്ച് പോകുന്നുണ്ട് കേട്ടോ. മിക്കവാറും സൈക്കിൾ പൊട്ടും തല്ലും കെട്ടും പിള്ളേരുടെ ഒക്കെ കയ്യിൽ നിന്ന്. പുറകുന്നേ ചേച്ചിമാരെന്നോട് ഹായ് ഇന്തോനേഷ്യൻ ഭാഷയിൽ എന്തോ ചോദിച്ചു. ആക്ച്വലി ഫറൂഖിന് ഭാഷ അറിയാലോ, അപ്പോൾ ചോദിക്കുന്നതിനുള്ള പുള്ളി ഉത്തരം പറയും. പക്ഷേ പക്ഷെ എനിക്കതുപോലെ പറയാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ തലയൊക്കെ എനിക്ക് ജസ്റ്റ് അപ്പാക്കപ്പറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നത്. ശരിക്കും ഇവിടുത്തെ ഭാഷ അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാമത്തിലോട്ട് ഊടുന്ന് ഇറങ്ങാൻ പറ്റും. അതിൻ്റെ ഒരു സാധനം വേറെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കളരിയില്ലേ, കളരി പോലുള്ള ഒരു സാധനം ഇവിടെയുണ്ട്. അപ്പോൾ അത് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഭാഷ അയോധ്യ എന്ന ഭാഷ ഭക്ഷണം അതുമാത്രമല്ല, ആയോധന കലകൾക്ക് വരെ നമ്മളുടെ നാടുമായിട്ട് സാമ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ കളരിപ്പയറ്റ് പോലെ അതുമായിട്ട് സാമ്യമുള്ള ഒരു ആയോധന കലയാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇതാണ് ആശാൻ എന്ന് വന്നു. ഹലോ, ഹായ്. അടി ഇപ്പൊ തുടങ്ങുമോ? ഇപ്പൊ തുടങ്ങും. ആ, ഇത് സീനിയർ പിള്ളേരാണ്. സീനിയർ പിള്ളേരാ. എന്റെ അടുത്ത് വന്ന കമ്പനി ആയത് കുറച്ചും കൂടെ ചെറിയ പിള്ളേരായിരുന്നു. സീത, ദാനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിന്ന് വന്നിട്ടില്ല. ഓക്കെ, ഇന്ന് ഇവരുടെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും കാണാലോ. പിള്ളേരെന്തായാലും തല്ല് കൂടാൻ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഈ തല്ല് കൂടുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ ഇവരെല്ലാം പ്രൊട്ടക്ഷൻ്റെ ആ ഒരു ഇതുണ്ട്, കവറിങ് ഇട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് രണ്ട് ഉണ്ട്. അതായത് ആയുധം വെച്ചുള്ളതും അതല്ലാതെ മറ്റേ ആയോധന കല, അതിനെന്തോ പേര് പറയും, കളരി അറിയുന്ന ആളുകൾക്കറിയാം. അല്ലാതെ കൈകൊണ്ടും കാലുകൊണ്ടും മാത്രം ഉള്ളതുകൊണ്ട് കേട്ടോ. ഇതിനു മുമ്പുണ്ടല്ലോ ഫറൂഖ് വന്നിട്ട് ഇവിടെ നിന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്ത വിഷ്വല് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ആദ്യമേ ചവിട്ടാനൊക്കെ പഠിക്കുന്നതാണ്. ഇടിക്കാൻ കണ്ടങ്ങൾ പാലംപാങ് സിലേക്ക് എന്നാണ് കേട്ടോ ഈ ഒരു മാർഷൽ ആർട്ടിൻ്റെ പേര് വരുന്നത്. ശരിക്കും ഇതിവിടെ ഫോം ചെയ്ത് വന്നത് മലായ്, അതായത് മലേഷ്യൻ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് കേട്ടോ. ഇത് പഠിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സെൽഫ് ഡിഫെൻസ്, അതുപോലെ തന്നെ സ്പിരിച്വല്, അതുപോലെ തന്നെ ക്യാരക്ടർ ബിൽഡിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ പ്രധാനമായിട്ടും ഇവരുടെ കൾച്ചറൽ ഫെസ്റ്റിവലുകളിലൊക്കെയാണ് കേട്ടോ അവതരിപ്പിക്കാറുള്ളത്. പിള്ളേർ, പ്രത്യേകിച്ച് പെൺപിള്ളേരൊന്നും ചില്ലറക്കാരികളല്ലേ. നല്ല വരെ കാണുന്നില്ലെങ്കിൽ ഇതാ ഈ കിട്ടുന്ന ചവിട്ടൊക്കെ നിങ്ങളുടെ നെഞ്ചത്തായിരിക്കും. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്ന ആളുകൾ ആ കാര്യമൊക്കെ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. എൻ്റെ പൊന്നോ, ആ ചവിട്ടൊക്കെ നമ്മുടെ നെഞ്ചത്ത് കിട്ടുന്നതെന്ന് ചിന്തിച്ച് നോക്കി. എൻ്റെ പൊന്നോ, ഇപ്പോൾ ഉണ്ടല്ലോ ആ ഒരു സാധനം എടുത്ത് മാറ്റിയിട്ട് അല്ലാതെയാണ് ഇരിക്കുന്നത്. അനങ്ങിയിട്ടുണ്ട്, അപ്പം കിട്ടും അടി. കണ്ട എൻ്റെ പൊന്നേ. ശരിക്കും ഒരു നാടേ സംസ്കാര സമ്പന്നമാണ് എന്ന് പറയുന്നത് അവിടുത്തെ കലയും ഭക്ഷണവും എഴുത്തും അങ്ങനെ പലതും ഇൻക്ലൂഡ് ചെയ്തതാണ്. അതുകൂടാതെ തന്നെ അവിടുത്തെ ആയോധന കലകൾ സ്വന്തമായി രൂപപ്പെട്ടു വന്നതും അതിൽ വലിയൊരു പങ്കുവഹിക്കുന്ന കാര്യമാണ്. അടുത്ത വേറെ പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ, എല്ലാം പരിചയക്കാർ തന്നെയാ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും മുമ്പോട്ടേക്ക് കിടക്കുകയാണ്. ഹലോ, കുരുന്ന് പിള്ളേർ കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇതുകൊണ്ടെങ്കിലും ഇവിടെയെല്ലാം വീടിൻ്റെയൊക്കെ ഹൈറ്റ് കൂടി കേട്ടോ. ഞങ്ങളെ പിള്ളേരെയൊക്കെ അവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും, പിള്ളേർ ഇത്രയും നേരം നമ്മുടെ കൂടെ നടന്നില്ല, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കടിക്കാൻ സ്വീറ്റ്സ്. ഹലോ, അവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. അതിനുമായിട്ട് വന്നതാണ്. പിള്ളേർ അവിടെ നിൽക്കുക, 5 മിനിറ്റ് കൂടെ വരരുത്, ഞങ്ങളിപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ പോകുന്ന പോക്കിലുണ്ടല്ലോ ഇവിടെ ഇതെന്താ, ഇത് സൂംബയാണെന്നോ സംതിങ് എന്തോ ഒന്നും നടക്കുന്നുണ്ട്. എല്ലാം ഭയങ്കര സ്പോർട്സ് കാര്യത്തിലും അങ്ങനെയുള്ള ആക്ടിവിറ്റി കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മേഖലയാണ് കേട്ടോ. അതും ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെയുള്ള ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന നല്ലൊരു സ്ഥലം. നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങനെയൊരു സ്ഥലം? അവിടെ ഇപ്പോൾ കണ്ടില്ലേ ആ മറ്റേ ഇടി കൂടുന്നിടത്ത് ആണും പെണ്ണും രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട്. ആ പെണ്ണ് ആ കൊച്ചിനെ എടുത്തിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് സമത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടി കൊട്ടിക്കുന്ന കാര്യത്തിൽ സമത്വം വേണം. അതാണ് അതിൻ്റെ ഒരു ഇത് അല്ലേ. അവിടെ നിന്ന് ഒരു റൗണ്ട് അടിച്ച് ഇതാ നേരെ ആ ഒരു മെയിൻ റോട്ടിലേക്ക് തന്നെയാണ് വന്നത്. ശരിക്കും ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ പൊരിച്ച് വെക്കുന്ന കട കാണുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ നമ്മുടെ വൈകുന്നേരത്തെ സാധനങ്ങളൊക്കെ പൊരിയൊക്കെ ഉള്ള തട്ടുകടകളില്ലേ, ആ ഒരു ടൈപ്പ് തട്ടുകട. എന്താ വാങ്ങുന്നത്? എല്ലാം മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറഞ്ഞു.
വാഴക്കപ്പൊക്കെ ഇതല്ലേ, വാഴക്കപ്പം ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഉള്ളിവടയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടത് നൈസ്. നോക്കിയാൽ പറയുന്നുണ്ടെങ്കിൽ 40,000 റുപ്പീസിൻ്റെ സ്നാക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൈസ നമ്മുടെ നാട്ടിലൊരു 200 രൂപ ആ റേഞ്ച് വരും കേട്ടോ. അതായത് 10,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 രൂപ. ഈ ആളുടെ പേര് വിൽഡൻ എന്നല്ല ഇതിൻ്റെ പേര് പറഞ്ഞാൽ വിൽഡൻ. ഓക്കെ, വിൽഡൻ ആൾ അടിപൊളിയാണ് കേട്ടോ. വിൽഡൻ ആണ് ഇപ്പോൾ നമുക്ക് റോഡൊക്കെ ക്ലിയർ ചെയ്ത് തന്നത്, മറ്റേ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ഈ റോഡ് അവിടുത്തെ ട്രാഫിക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. അതൊരു ജോലി പോലെയും കൂടി ഉണ്ട്. അതായത് ഫ്രീ ആയിട്ട് മീൻസ് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നത്. അതേപോലെ ഇങ്ങനെ നിൽക്കും, റോഡൊക്കെ ഇങ്ങനെ കടത്തേക്ക് ഓടും. അത് കഴിഞ്ഞിട്ട് വഴിയെ പോകുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും എമൗണ്ട് കയ്യിൽ ഇങ്ങനെ കൊടുക്കും. അതായത് പോലീസല്ല ഇവിടുത്തെ ട്രാഫിക്കുകൾ പല സ്ഥലങ്ങളിലും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ആയിട്ടുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറുപ്പത്തിൽ ഇവർ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിൽഡൻ ഇപ്പം നമുക്ക് കാണിച്ചു തന്നത്. കാരണം അവൻ റോഡൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയറൊക്കെ ചെയ്ത് തന്ന് അപ്പുറം എത്തിച്ചു. അയ്യോ, എൻ്റെ സാധനം പൊട്ടിപ്പോയല്ലോ. പിള്ളേരൊക്കെ ഉണ്ടല്ലോ, നമ്മളെ നോക്കി ഇവിടെ നിൽപ്പുണ്ട്. പിള്ളേരൊക്കെ കൂട്ടി ഇനിയിപ്പം ഇത് കൊടുക്കണം അവർക്ക്, അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ആദ്യമേ അവിടെ ടീച്ചർക്കും അതുപോലെ തന്നെ മറ്റേ കളറി പേറ്റ് നടത്തുന്ന പിള്ളേരുടെ ഏരിയയൊക്കെ ഉണ്ടല്ലോ, അവിടേക്കാണ് വന്നത്. ഇനി പിള്ളേർക്ക് Indonesia tanah airku, tanah tumpah darahku, di sanalah aku berdiri, padi pandu ibuku. Indonesia bangsaanku, bangsa dan tanah airku, marilah kita berseru, Indonesia bersatu. Hiduplah tanahku, hiduplah negeriku, bangsaku, rakyatku, semuanya. Bangunlah jiwanya, bangunlah badannya untuk Indonesia Raya. Indonesia Raya, merdeka, merdeka, bangsaku, negeriku yang ku cinta. Indonesia Raya, merdeka, merdeka, hiduplah Indonesia Raya. ഇപ്പോൾ പിള്ളേരെല്ലാവരും കൂടി നമുക്ക് പാടിത്തന്നതാണ് ഇന്തോനേഷ്യയുടെ ദേശീയ ഗാനം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പാടിക്കാനും അത് മാത്രമേ ഉള്ളൂ, വേറെ പാട്ടുകളൊന്നും പിള്ളേർക്ക് ഭയങ്കര ഇത്രയും പിള്ളേർ കൂടിയ കൺട്രോൾ ചെയ്യാൻ പെടുന്ന പാട് നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും അങ്ങനെ ആ ഒരു നാഷണൽ ആന്തം കേട്ടിട്ട് നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് നടക്കുവാണ്. ഇപ്പോൾ പിള്ളേർ ശരിക്കും കൂടി ഇവിടുത്തെ സ്കൂളിലെ പിള്ളേർ മുഴുവൻ ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് പിള്ളേരുണ്ട് കേട്ടോ. ഇവിടം വരെ വന്ന സമയത്തെ പിള്ളേർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിന്നു, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ആ വീട്ടിലാണെങ്കിൽ ഒരു അമ്മൂമ്മയൊക്കെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് ടെററായിരിക്കും, ഇവർ പേടിച്ച് നിൽക്കുന്നതായിരിക്കും. ചില നാട്ടിലൊക്കെ കാണില്ല ഇങ്ങനെ കുറച്ച് പേടിപ്പിച്ച് പിള്ളേരൊക്കെ നിർത്തുന്ന ഒരു അമ്മൂമ്മയൊക്കെ ഉള്ള വീട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ്. ഇവരുടെ ഒരു വീടിൻ്റെ ഭാഗത്തെ വെള്ളം കയറുമായിരുന്നു, അത് കഴിഞ്ഞിട്ട് വെള്ളം ഇപ്പം ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാം വീടുകൾ ഇങ്ങനെ നല്ല ഹൈറ്റിൽ വെച്ചേക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടോ ഈ ഒരു സ്ഥലത്തൊക്കെ ആ വെള്ളം കയറി ഇറങ്ങിയതിൻ്റെ പാടാണ് കാണുന്നത്. ദൈവമേ, ഇതിലാണോ പോയത്? ഇത് അവിടം വരെ എത്തി. പിള്ളേരെല്ലാം കൂടിയിട്ട് വന്നെല്ലാം പാക്കുന്നുണ്ട്. പറഞ്ഞ കേക്കോ? അങ്ങനെ പോകണ്ടെന്ന് പറയുന്നത്. കാരണം ഇത്രയും കുഞ്ഞു പിള്ളേർ, കുറേ നീന്തൽ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലൊക്കെ ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലെ എണ്ണമില്ല കേട്ടോ. അപ്പോൾ പുഴയിലോട്ട് ഇറങ്ങാനുള്ള പ്ലാൻ നമ്മൾ നിർത്തി ഇവിടെ നിന്ന് തിരിച്ച് പോവാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ നാട്ടിൽ അക്കൊക്കെ കളിക്കില്ല, അതുപോലെ ഈ നാട്ടിലുള്ള ആളുകൾ പിള്ളേർ കളിക്കുന്ന ഒരു ടൈപ്പ് ഗെയിമാണ് കേട്ടോ ഇത്.
അവിടെ ഇതുണ്ട് ഈ ഒരു കളത്തിൽ LB അങ്ങനെ C അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് എറിഞ്ഞ് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എങ്ങനെയാണ് കളിയുടെ കണക്ക് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതുപോലൊരു അക്കുകളി പോലെ നമ്മളുടെ ഉള്ള ആ ഒരു രീതിയിലുള്ള ഒരു കളി ഇവിടെ ഉണ്ട് കേട്ടോ. പിടിക്കാൻ പോണ എല്ലാവരും. അങ്ങനെത് ഓടിച്ച് പിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്ര നേരം ഇവർ ടോസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് പോലീസിൽ ആരാണ് വീണ? യെസ്, Pയിൽ വീണ ആളാണ് പോയിട്ട് പോലീസ് ആവേണ്ടത്. അപ്പോൾ എല്ലാവരും എറിഞ്ഞു. പല ആൾക്കാരുടെയും Pയിലല്ല വീണിട്ടുള്ള, വേറെ സ്ഥലങ്ങളിലാണ് വീണത്. ഒരാളുടെ മാത്രം Pയിൽ വീണു. ആ ഹതഭാഹിയാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പോയി പിടിക്കണം. നൈസ്. ബൈ ബൈ, സീ യു. പിള്ളേരോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ പോവാം. അതാ കള്ളനെ ഓടിച്ച് പോലീസ് പോയിട്ടുണ്ട്. ഇനി പോലീസ് തിരിച്ചു പറഞ്ഞാൽ എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ നിന്ന് എണീക്കാൻ പറ്റത്തുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, യെസ്. ഓൾറെഡി ബാക്ക് പാക്കർ സൂതി. അപ്പോൾ വാ, നമുക്കിനിയിപ്പം നേരെ വീട്ടിലേക്ക് നടക്കാം. ഞങ്ങളിവിടെ പിള്ളേരോട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ ഒരാൾ ഇറങ്ങി വന്നേ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ മക്കളാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്. അപ്പം മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെയെല്ലാം കളിച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളിങ്ങനെ വന്ന് ഇവരോട് വർത്താനൊക്കെ പറയുന്നുണ്ടപ്പോഴത്തേക്കും പുള്ളി ഇറങ്ങി വന്നതാണ്. എന്നിട്ട് നമ്മളോട് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുക എവിടെ നിന്നാണ് വന്നതെന്നൊക്കെയുള്ള. പുള്ളിക്കാരൻ ഇവിടെ പെട്രോമാക്സ് എന്ന് പറയുന്ന കമ്പനിയില്ലേ, ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ റിട്ടയർഡായി. ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞു. പുള്ളിക്ക് 66 വയസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നേരം അത്രയും വയസ്സൊന്നും കണ്ടിട്ടുണ്ട് നോക്കി നിങ്ങൾ കണ്ടാൽ തോന്നുമോ? ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളീനോടെ. പിള്ളേർ സ്നേഹത്തോടെ നമ്മളോട് ബൈ പറയുന്ന സമയത്ത് കൈ പിടിച്ചിട്ട് ഹൈ അങ്ങനെ എന്ന് പറയാം, ഒരു സലാം എന്ന് പറയുന്നില്ല, ആ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ കാണിക്കുക. അപ്പം എന്താ നമ്മളുടെ കുട്ടി പട്ടാളത്തോട് ബൈ പറയേണ്ട ടൈമായി. നമ്മളെ ഇവിടെയുള്ളൊരു ഷോപ്പിലേക്ക് വന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡ്രിങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് എസ് കച്ചങ് മെര എന്ന് പറയുന്ന ഈ കിഡ്നി ബീൻസ്, നമ്മുടെ വൻപയറില്ലേ, ഒരു വൻപയർ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഡ്രിങ്കാണ് കേട്ടോ. താങ്ക് യു. ഇതാ നമ്മളുടെ സാധനം റെഡി ആയിട്ടുണ്ട്. മേലെ ഐസിട്ട് ഇതാണ് ഐസ്ക്രീമിൻ്റെയും എന്തോ ഒരു ഫ്ലേവർ ഉണ്ട്. അതിൻ്റെ താഴെ വന്നിട്ട് നമ്മളുടെ ആ ഒരു വൻപയർ കേട്ടോ. ശരിക്കട്ടല്ലോ നമ്മളുടെ ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പരിപ്പ്, ആ ഒരു പയറുള്ളിലുള്ളതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം വെക്കുന്നത്. നല്ല അടിപൊളിയായിട്ടായിരുന്നു, നല്ല ഹെൽത്തിയാണ്. വേറെ സാധനമൊന്നും ഇതാക്കിയില്ല, പയറാണുള്ളത്, നമ്മളെ കിഡ്നി ബീൻസ്, പെരുമ്പയർ. ഇവിടെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് ആകാശത്ത് വൻ തെരിയിളക്കം നോക്കുമ്പോണ്ടല്ലോ. അതുകൊണ്ടെങ്കിൽ മുഴുവൻ അത് അവിടെ മാത്രമൊന്നുമല്ല, ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ ലക്ഷക്കണക്കിന് കിളികൾ. എൻ്റെ പൊന്നേ, ഇതാ ഇപ്പറയിൽ നിന്നൊക്കെ പറക്കുന്നുണ്ട്. അതുങ്ങളിങ്ങനെ കൂട്ടമായിട്ട് പറന്നങ്ങനെ അടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അത് ഈ താഴെ ഭാഗത്ത് വലിയ ലൈനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈശ്വടാ, ഇതെന്തത്? ആ ഒരു ഭാഗത്ത് മാത്രമൊന്നുമല്ല, ഇതുകൊണ്ടെങ്കിൽ ഈ കാണുന്ന ആകാശത്തിലൊക്കെ ആ കിളികളാണ് കേട്ടോ. ഇങ്ങനെ സൂം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ബാഹുല്യം മനസ്സിലാവുന്നത്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എൻ്റെ പൊന്നേ. ഓക്കെ, തെർമക്കാശി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അതും കഴിച്ച്, അത് ആ കിളികൾ പറക്കുന്ന അത്ഭുതപ്പെട്ടുന്ന കഴിച്ച് എന്തോ പറയുന്നുണ്ട്, ഡീൽ. ആ തിരിച്ചിനിപ്പോൾ വീട്ടിലോട്ട് കിടക്കുവാണ്. എന്നാലും എനിക്കിത് അതിശയം. നോക്കി എന്തോരം കിളികളാ ദൈവമേ, ഇതുങ്ങളൊക്കെ ഇത് എങ്ങടാ പോകുന്നത്? അയ്യോ. തിരിച്ച് നമ്മൾ നമ്മളുടെ വീട്ടിലേക്കെത്തി. ഇന്നെന്തായാലും ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് മഴയില്ല, നല്ല ക്ലിയർ വെതറാണ്. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. സലാമത് മാലം. ഓക്കെ, ബൈ ബൈ, സീ യു. ബൈ ബൈ. ഓക്കെ, താങ്ക് യു. തിരുമക്കാസി എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഗോജക്ക് വന്നിട്ടുണ്ട്. അപ്പം മരുമകൻ പിന്നെ കാണാം. യാത്രകൾ മുന്നോട്ട് 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 മുന്നോട്ട്. ഹാത്തി ഹാത്തി. ഓക്കെ, ബൈ. അമ്മ ഗുഡ് നൈറ്റ്. എന്തായിരുന്നു അതിന് പറയുന്നത്? സലാമത് മാലം.
ഓക്കെ സൂക്ഷിച്ച് പോണേ മോനെ പൊന്നു മോനെ ഓക്കെ. അപ്പം എന്നോട് ഇന്ന് ഇറങ്ങുമ്പോഴും അമ്മ പറഞ്ഞു കേട്ടോ സൂക്ഷിച്ച് പോകണം, ഇതാക്കണം. ഞാൻ അതുകൂടാതെ ഉണ്ടല്ലോ പെട്ടെന്ന് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് അമ്മ അകത്തോട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടല്ലോ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ സേഫായിട്ട് എല്ലാം പൈസ. ഓക്കെ, നമ്മളിതാ നമ്മളുടെ ഹോസ്റ്റൽ, ഇതാണ് നമ്മളുടെ ഹോട്ടൽ. ആ ഒരു ഹോട്ടലിന് മുമ്പിലേക്ക് തന്നെ വന്ന് ഇറക്കിയിട്ടുണ്ട്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.